കൂടുതൽ എന്താ സന്തോഷം. നമ്മുടെ മോർണിംഗ് സെക്ഷൻ മിക്കവാറും ഇങ്ങനൊരു ഹാർവെസ്റ്റിംഗ് ഉണ്ട്. ഇന്നിപ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. വിഷമില്ലാത്ത പച്ചക്കറികൾ ഡെയിലി ഉപയോഗിക്കാം. പയറിൽ നിന്ന് തുടങ്ങിയേക്കാം. നോക്ക് എത്ര വലിയ പയറാന്ന് നോക്കി. ഇതിന് മീറ്റർ പയർ എന്നൊക്കെയാണ് പറയുന്ന പേര്. നമ്മൾ ഇത്രയും വലിയ പയറാണിത്. ഇനിയുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഇത്രയും കിട്ടി. നമുക്ക് ഒരു കറിക്കുള്ള പയർ എപ്പോൾ വന്നാലും ഇവിടെ കാണും. ഇതെല്ലാം നല്ല മൂത്ത് നിൽക്കുകയാണ്. ഇപ്രാവശ്യം ഞാൻ കവറും കിട്ടിയില്ല, കുപ്പിയും കിട്ടിയില്ല. പക്ഷേ ഒരു 3 ദിവസം കൂടുമ്പം നമ്മൾ ഓർഗാനിക് കീടനാശിനികൾ പെസ്റ്റിസൈഡ്സ് അടിച്ചു കൊടുക്കുക. കവർ കെട്ടാനൊന്നും പറ്റാത്ത അവസ്ഥയായിപ്പോയി. അത്രത്തോളമായിപ്പോയി ഇപ്രാവശ്യത്തേത് വിളവ്. ഇവിടെ അടിയിൽ ഇവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. നമുക്കിതിനെ കൂടെ ഇങ്ങെടുത്തേക്കാം. ഇനിയുണ്ട് കേട്ടോ. ഇത് മതിലിയാടി വന്നവരാണ്, എന്നാലും നമുക്കിവരെ മുറിച്ചെടുത്തേക്കാം. അവരുടെ ബൗണ്ടറിയൊക്കെ ഭേദിച്ച് അവരിങ്ങെത്തിയതാണ്. പച്ച കളറിലുള്ള ബ്രിഞ്ചോളാണ്. എനിക്കിവിടെ 2 ടൈപ്പാണുള്ളത്, പച്ചയും ഉണ്ട് വയലറ്റും ഉണ്ട്. ഇതൊക്കെ നല്ല മൂത്ത് നിൽക്കുക. അപ്പോൾ ഇതും കൂടെ അങ്ങ് എടുത്തേക്കാം. ഇത് സൈസ് വെച്ചില്ല, പക്ഷേ അതിനൊരു മഞ്ഞ നിറമായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഈ ഏരിയയിൽ മുഴുവനും ബ്രിഞ്ചോളാണ് നട്ടിരിക്കുന്നത്. അത് വയലറ്റ് ബ്രിഞ്ചോൾ. ഇതെല്ലാം നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെള്ളവും കൊടുത്ത് വളവും ഇട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ ശരിക്കും കായ്ഫലം തരും നമുക്ക്. ഇവിടെ നമുക്കേ വേറൊരാളുണ്ട്, നമ്മുടെ തക്കാളി ചെടി. ഇതിങ്ങനെ വള്ളി ചെടിയായിട്ട് കയറിപ്പോയിരിക്കുക. ഇവർ നമുക്ക് ആവശ്യമനുസരിച്ച് തരത്തുള്ളൂ. ഇതാണ്ടേ ഇവിടെ ഇപ്പോൾ ഒരെണ്ണം നല്ല പഴുത്ത് നിൽക്കുക. ഡെയിലി 1-2 വീതം നമുക്ക് ആവശ്യത്തിന് മാത്രം തന്നുകൊണ്ടിരിക്കുകയാണ് ഇവരിപ്പോൾ. അപ്പോൾ ഈ പഴുത്ത ഇവനെ ഇങ്ങെടുത്തേക്കാം. നല്ല പഴുത്ത് തുടുത്ത സാധനമാണ്, പക്ഷെ കുറച്ച് ഇതേ തരുള്ളൂ. വിഷമില്ലാത്ത പച്ചക്കറികൾ ഡെയിലി ഉപയോഗിക്കുക. പിന്നെ ഈ സാലഡ് കുക്കുംബർ ഭയങ്കര ഹെൽത്തിയാണ്. ജ്യൂസായിട്ടും പിന്നെ സാലഡിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. സ്നോ വൈറ്റാണ്, സൂപ്പർ സംഭവം കേട്ടോ.